അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നല്ല, നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിനെ അജു അലക്സ് എന്ന പേരുള്ള ഒരു വ്യക്തി, ചെകുത്താൻ എന്ന പേരിൽ ആ വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ അജു അലക്സ് തന്റെ ചാനലിലൂടെ മോഹൻലാലിനെ അപമാനിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തി. അതിന്റെ പേരിൽ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അറസ്റ്റും കാര്യമൊക്കെ നടന്നത്. ഏതായാലും അപമാനിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിന് പോലീസിനെ ഭരിക്കുന്ന, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് എന്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം എന്തെന്നല്ലേ, ഈ ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കാൻ ഉണ്ടായ കാരണം എന്താണെന്നല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിയുടെയും സ്വന്തം ജീവനേക്കാൾ വിലയുള്ളതാണ് അവന്റെ അഭിമാനം, അവന്റെ മാനം, അവന്റെ അന്തസ്. സ്വന്തം ജീവനേക്കാൾ വിലയുള്ളത് കൊണ്ട് തന്നെയാണ് പലർക്കും മാനഹാനി ഉണ്ടാകുമ്പോൾ പലരും ആത്മഹത്യ ചെയ്യാറുള്ളത് നാം കാണാറുണ്ട്. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. മാനഹാനി ഉണ്ടായി, എനിക്കിനി ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്, തല ഉയർത്തി നടക്കാൻ ബുദ്ധിമുട്ടാണ്, അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തം ജീവനേക്കാൾ, സ്വന്തം സമ്പത്തിനേക്കാൾ, സ്വന്തം മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കൾ ആരുമാകട്ടെ അവരെക്കാളെല്ലാം എനിക്ക് വിലയുള്ളതാണ് എന്റെ മാനം, അതായത് എന്റെ അഭിമാനം. ആ അഭിമാനത്തിന്, ആ മാനത്തിന് ക്ഷതം സംഭവിച്ചാൽ എനിക്ക് പിന്നെ എന്റെ ജീവൻ പോലും വേണ്ട. ആ ജീവൻ അവൻ വലിച്ചെറിയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് അത്രയ്ക്കും വിലപിടിപ്പുള്ളതാണ് മാനം. ആയതുകൊണ്ട് അജു അലക്സിനെ അറസ്റ്റ് ചെയ്തതിൽ, കേസെടുത്തതിൽ ഞാൻ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയ്ക്കാണ് പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തത്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ പ്രശസ്തരായ വ്യക്തികളുടെ അഭിമാനത്തിന് മാത്രമേ സർക്കാർ വില കൽപ്പിക്കുന്നുള്ളൂ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിന്റെ തെളിവും കൂടി ഞാൻ നിരത്താം. മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ ഒക്കെ ആക്ഷേപിച്ചാലും അപമാനിച്ചാലും മാത്രം നടപടി മതിയോ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ നിരന്തരം ഇസ്ലാമിക പ്രത്യയശാസ്ത്രമായ ഖുർആനെയും ഹദീസിനെയും അള്ളാഹുവിനെയും അവന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെയും ഒക്കെ നിരന്തരം അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന, കളിയാക്കുന്ന ഡസൻ കണക്കിന് വ്യക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരെ അപമാനിക്കൽ സ്ഥിരം തൊഴിലാക്കി മാറ്റുക, യൂട്യൂബിലൂടെയെല്ലാം പ്രവാചകനെയെല്ലാം തീരെ തറ എന്ന രീതിയിൽ അപമാനിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അത്തരം വ്യക്തികൾക്കൊന്നും ഇന്നേ വരെ യാതൊരു നടപടിയും നമ്മുടെ പിണറായി വിജയനിൽ നിന്നും എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വേദനയുളവാക്കുന്ന വിഷയമാണ്. മോഹൻലാൽ മാത്രമേ നിങ്ങളുടെ ലിസ്റ്റിൽ അന്തസ്സും അഭിമാനവും മാനവും ഒക്കെ ഉള്ള ആളുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊരു സംശയം വന്നാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ ഒരു ലിസ്റ്റ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിരത്താം. ഞാൻ ഈ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഞാൻ വെച്ച് നീട്ടുന്ന ഒരു തുറന്ന കത്ത് എന്ന നിലയ്ക്കാണ്. ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളും എന്റെ ഈ പ്രഭാഷണം കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഒന്നോ രണ്ടോ വ്യക്തിയൊന്നുമല്ല, ഡസൻ കണക്കിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അവർക്കെതിരെ ഇന്നേ വരെ യാതൊരു നടപടിയും എടുത്തു കണ്ടില്ല. അതിന്റെ അർത്ഥം അവർ ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒക്കെ ആക്ഷേപിക്കുന്നത് ഇവിടത്തെ ഭരണവർഗങ്ങൾക്ക് ആനന്ദം നൽകുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ മൗനം സമ്മതത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം വ്യക്തികളുടെ പേര് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ എനിക്ക് കാണാതെ പറയാം, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട്
ഞാനത് നോക്കി തന്നെയാണ് വായിക്കാൻ പോകുന്നത്. ഫസൽ കാരാട്ട് എന്നു പേരുള്ള ഒരു വ്യക്തിയുണ്ടല്ലോ, ഫസൽ കാരാട്ട്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിക്കാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അവന്റെ ചാനലിലൂടെ നിരന്തരം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന, കൊച്ചാക്കുന്ന വീഡിയോകളും പ്രസംഗങ്ങളും ഒക്കെ ആണ് നിരന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഫസൽ കാരാട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ജാമിദ ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല സംസ്കാരവും മാന്യതയും ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അർഹത, യോഗ്യത നേടിയിട്ടുള്ള വ്യക്തികളെയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ആ ജാമിദ ടീച്ചർ പറയുന്ന അസഭ്യമുണ്ടല്ലോ ഇസ്ലാമിനെ മുസ്ലിങ്ങളെയും, അത് പിണറായി അടക്കമുള്ള നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മൂക്ക് താഴോട്ട് നീണ്ടിരിക്കുന്ന ആരും വിശ്വസിക്കില്ല. അപ്പോൾ ജാമിദക്കെതിരെ നടപടിയില്ല. പിന്നെ ഒരു ഷാജൻ സക്കറിയ ഉണ്ടല്ലോ, മാമാ ചാനലിൽ നടത്തുന്ന ഷാജൻ സക്കറിയ. ഇവൻ ചാനലിലൂടെയാണ് എല്ലാം വിളമ്പുന്നത്, അപമാനം വിളമ്പുന്നത്. ഞാനീ പറയുന്നവരെല്ലാം സ്വന്തം ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ചാനൽ തുടങ്ങിയിരുന്നുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുക, അത് മാത്രമേ അവരുടെ അജണ്ടയിലുള്ളൂ. ഇതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലയോ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊരു വ്യക്തി സന്തോഷ് ജോർജ് കുളങ്ങര. പുള്ളിക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാട്ടോ. ഈ കണ്ട കാലം മുഴുക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ അടുത്ത കാലത്താണ് പുള്ളി ഇസ്ലാമിനെ കയറി പിടിച്ചിരിക്കുന്നത്, ഇസ്ലാമിനെ അപമാനിക്കുക, ആക്ഷേപിക്കുക. അപ്പൊ ഷാജൻ സക്കറിയ കഴിഞ്ഞല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങര കഴിഞ്ഞു. ഷക്കിന ന്യൂസ് എന്ന് പേരുള്ള ഒരു ചാനലുണ്ട്, ഷക്കിന ന്യൂസ്. ആ ചാനലിന്റെ പണി ഇത് തന്നെയാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിന്റെ ഉന്നത വ്യക്തിത്വങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അപമാനിക്കുക. ഷക്കിന ന്യൂസ്. ആരിഫ് ഹുസൈൻ എന്ന് പേരുള്ള ഒരുത്തനുണ്ടല്ലോ, ഡോക്ടർ ആരിഫ് ഹുസൈൻ. അവന് ഇസ്ലാം മോശമാണ്, മുസ്ലിം മോശമാണ്, ഇസ്ലാമിലെ പ്രവാചകന്മാരെല്ലാം മോശമാണ്, എല്ലാത്തിനെയും അപമാനിക്കും, ഞാൻ യുക്തിവാദിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഈ പറയുന്നവരെല്ലാം പറയുന്നത് യുക്തിവാദിയാണെന്നാണ്. യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല എന്നാണ് പറയുന്നത്. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നല്ലേ മുഖ്യമന്ത്രി? അപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധിക്ക് മാന്ദ്യതയുള്ളവർക്ക് മാത്രമേ അഭിപ്രായമില്ലാത്ത അവസ്ഥയുണ്ടാവുള്ളൂ. ബുദ്ധിയുടെ പ്രവർത്തനം നേരെ ചൊവ്വനെ നടക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് വിഷയത്തിലും ഒരു അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഈ അഭിപ്രായമില്ല എന്ന് പറയുന്നവരെല്ലാം തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും അപമാനിക്കാനും കാണുന്നത് ഇസ്ലാമിനെയാണ്. അവിടെ അവർക്ക് അഭിപ്രായമുണ്ട്, അവിടെ അവർക്ക് ബുദ്ധിയുണ്ട്, അവിടെ അവർക്ക് കാര്യക്ഷമതയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇസ്ലാം മോശമാണ്, മുസ്ലിം മോശമാണ് എങ്കിൽ എന്തിനാണ് ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ ആ പേരങ്ങട് മാറ്റിക്കൂടെ? മുസ്ലിമാണെന്ന് ഇസ്ലാമാണെന്ന് തോന്നിക്കുന്ന പേരിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ തെറിവിളിച്ചാൽ നല്ല സ്വീകാര്യത കിട്ടും, അതിലൂടെ യൂട്യൂബിലൂടെ നല്ല വരുമാനം കിട്ടും. എല്ലാ മന്ത്രിമാരും MLA മാരും എല്ലാവരും എന്നെ വാനോളം ഉയർത്തും, പുകഴ്ത്തും. അതുകൊണ്ടാണ് ഇത്തരക്കാർ പേര് മുസ്ലിം പേര് തന്നെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മതമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിനെ തെറിവിളിക്കുക. ഇവർക്കെതിരെയൊന്നും ഇന്നേവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഇതിന്റെ പേരിൽ. പിന്നെ ഉണ്ടല്ലോ ഒരു TG മോഹൻദാസ് ഉണക്കക്കൊള്ളി കറുത്ത ഉണങ്ങിയ മുന്തിരി കണ്ടിട്ടുണ്ടോ? കറുത്ത മുന്തിരിയുണ്ട്, വെളുത്ത മുന്തിരിയുണ്ട്. അത് കറുത്ത മുന്തിരി ഉണങ്ങിയ മുന്തിരിയുടെ തൊലിയിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, TG മോഹൻദാസ്. എന്തൊരു അസഭ്യമാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്, മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത്. ഇന്നേവരെ നടപടിയെടുത്തിട്ടുണ്ടോ? മറ്റൊന്ന്, ഒരു ശശികല ടീച്ചർ ഉണ്ട് കേട്ടോ, സംഘപരിവാർ നേതാവാണ്, BJPയുടെ നേതാവാണ്. ശശികല ടീച്ചർക്ക് ഒരു അബദ്ധം പറ്റി. മുഹമ്മദ് നബിയുടെ ആവിർഭാവത്തിന് ശേഷം അറേബ്യൻ മണ്ണിൽ നിന്നും ഇന്നേവരെ ഒരു ശാസ്ത്രജ്ഞൻ പിറന്നിട്ടുണ്ടോ എന്നാണ് ശശികല ടീച്ചർ ചോദിച്ചത്. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ പിറന്നിട്ടുള്ള ഒരു സമുദായമാണ് ഇസ്ലാം. ആയതുകൊണ്ട് അതിന്റെ പട്ടികയെല്ലാം നിരത്തിയതിനു ശേഷം പിന്നെ ശശികല ടീച്ചറെ ഈ നിമിഷം വരെ ഞാൻ ഒരു മീഡിയകളിലും കണ്ടിട്ടില്ല. നാവിറങ്ങിപ്പോയി. മുസ്ലിങ്ങൾ
മോശക്കാരാണ് എന്നുള്ള രീതിയിൽ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ കണ്ടുപിടിച്ച പദപ്രയോഗമാണ്. എന്താണ്? ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിനെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരു തീപ്പെട്ടിയെങ്കിലും മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അറേബ്യയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ എന്നൊക്കെയായിരുന്നു ചോദ്യം. മറുപടി കിട്ടിയപ്പോൾ വാലും ചുരുട്ടി ഓടി. ഇപ്പോൾ രംഗത്തില്ല. പിന്നെ ഒരു മലയാളി ഉണ്ട് കേട്ടോ, റീന അലക്സ് എന്നാണ് പേര്, ക്രിസ്ത്യാനിയ. അങ്ങ് ഇസ്രയേലിൽ ഇരുന്നു കൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള ആഗോളതലത്തിൽ ഉള്ള മുസ്ലിങ്ങളെ അപമാനിക്കുന്നത്. റീന അലക്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ വരാറുണ്ട് ലീവിന്. പക്ഷേ കേരള സർക്കാർ അവരെ അറസ്റ്റ് ചെയ്ത് കണ്ടില്ല. ഇവർക്കെല്ലാം റിഡക്ഷനാണ്. മറ്റൊരു വ്യക്തിയാണ് ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന എന്തോ ജോസഫ് എന്നാണെന്ന് തോന്നുന്നു പേരിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ജോസഫ് മാഷ്. അദ്ദേഹം കയറി പിടിച്ചത് വേറെ ആരെയല്ല, സാക്ഷാൽ മുഹമ്മദ് നബിയെ തന്നെയാണ് പിടിച്ചത്. അദ്ദേഹം മുഹമ്മദ് നബിയെ കൂട്ടി ഇസ്ലാമിനെ അപമാനിച്ചപ്പോൾ അതിനെ ചിലർ ചോദ്യം ചെയ്യുകയുണ്ടായി. ആ ചോദ്യം ചെയ്തതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അത് ഇസ്ലാമിന്റെ മാതൃക പാതയൊന്നുമല്ല. അങ്ങനെ ചോദ്യം ചെയ്തതിനോട് എനിക്ക് താല്പര്യമില്ല. അതിൽ എനിക്ക് ഖേദമുണ്ട്, വിഷമമുണ്ട്. അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാനതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം ഭീകരമായ കുറ്റമാണ്. ലോകത്ത് ഏതാണ്ട് 150ഓളം കോടി മുസ്ലിങ്ങളുണ്ട്. ഈ 150ഓളം കോടി വരുന്ന മുസ്ലിങ്ങൾ അവരുടെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ജീവനേക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തം ഭാര്യയെക്കാളും സ്വന്തം അമ്മയെക്കാളും സ്വന്തം അച്ഛനേക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി, അതായത് അന്ത്യപ്രവാചകൻ. ആ അന്ത്യപ്രവാചകനെ അപമാനിച്ച ജോസഫ് സാറിനെ ഹെയ്റ്റ് സ്പീച്ചിന് കേസെടുക്കാൻ ഇവിടെ നിയമമുണ്ട്. ഹെയ്റ്റ് സ്പീച്ചിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു നിയമ നടപടിയും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നടപടിയെടുക്കാൻ ബാധ്യസ്ഥരായ സർക്കാരിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ CPIM-ലെ തന്നെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ പല വേദികളിലും കയറ്റിക്കൊണ്ട് നടന്ന് പ്രശംസിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്. എന്തുകൊണ്ടാണ് വിഷമം? നമുക്കിതിനെയൊക്കെ ചോദ്യം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒരു ഭീമാകാരനായ മീനെ കാണുമ്പോൾ ഒരു ചെറിയ പൊടി മത്സ്യം വഴിമാറിപ്പോവും. കാരണം എന്താ? പേടിച്ചിട്ടാണ്. അപ്പോൾ ഈ ജോസഫ് സാറിനെ പ്രശംസിക്കുന്നവരെല്ലാം തിമിംഗലം പോലുള്ള മീനുകളാണ്. അവിടെ നമ്മൾ അവരോട് ചോദ്യം ചെയ്യാൻ ചെന്നാൽ നമുക്ക് പിന്നെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലേക്ക് വടിയും വാളും ഒക്കെ ഇട്ട് കയറി വരും. അതുകൊണ്ട് ജനങ്ങൾക്ക് അമർഷമുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മതനിരപേക്ഷരായ മറ്റ് ജനങ്ങൾക്കെല്ലാം അമർഷമുണ്ട്. ജോസഫ് സാറിനെതിരെ ഒരു നടപടിയും കണ്ടില്ല. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആണ് അദ്ദേഹത്തെ കായികമായി കയ്യേറ്റം ചെയ്തത്. എങ്കിലും ആ കയ്യേറ്റം ചെയ്തവർക്കെതിരെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നടപടിയിലേക്ക് സർക്കാർ നീങ്ങി എന്നുള്ളതും സർക്കാരിനെ നയിക്കുന്നവരുടെ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമുള്ള ആ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന വെറുപ്പും പകയും എത്രമാത്രം ഉണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ CPIM-ന്റെ 2 പ്രവർത്തകർ മാവോയിസ്റ്റ് കേസിൽ ഉൾപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായിരുന്ന P. മോഹനൻ പറഞ്ഞ വാക്കുകൾ വളരെ മോശപ്പെട്ട വാക്കുകളാണ്. ഇവിടെ മാവോയിസ്റ്റുകളെ വളർത്തുന്നത് മുസ്ലിം തീവ്രവാദികളാണെന്നും ഇസ്ലാമിക തീവ്രവാദികളാണെന്നും ഒരു പ്രസംഗത്തിൽ, ഒരു പൊതുവേദിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പലവട്ടം ആവർത്തിച്ച് പറയുകയുണ്ടായി. ആ P. മോഹനനെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. എന്തിനാണ് ഇസ്ലാമിനെ കൂട്ടി തെറിവിളിക്കുന്നത്? മാവോയിസ്റ്റുകൾക്ക് എല്ലാവിധ വെള്ളവും വളവും സൗകര്യവും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ എന്നാണ് P. മോഹനൻ പറഞ്ഞത്. P. മോഹനനെതിരെ ഈ നിമിഷം വരെ ഒരു നടപടിയുമില്ല. അതിന്റെ അർത്ഥം വിളിച്ചോളൂ ഇസ്ലാമിനെ മാത്രം, മുസ്ലിങ്ങളെ മാത്രം എന്നാണ്. അതുപോലെ തന്നെ ഒരു ഷെഫീന എന്ന് പേരുള്ള ഒരുത്തിയുണ്ടല്ലോ, ഈ ജാമിദ ടീച്ചറെ പോലെ ഒരു ഷെഫീന. തെറിയുടെ പിതാവ് പോലും നാണിച്ച് മുഖത്താക്കിപ്പോവും. ആ രീതിയിലുള്ള തെറിയാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിളിക്കുന്നത്. ഈ പറഞ്ഞവരെല്ലാം സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് ആ ചാനലിലൂടെയാണ് പറയുന്നത്. യാതൊരു നടപടിയുമില്ല, ഇതുവരെയില്ല. ആയതുകൊണ്ട് ഈ അജു അലക്സ് എന്നു പേരുള്ള യൂട്യൂബറോട് കാണിച്ച
ആ ധീരതയും ചങ്കൂറ്റവുമെല്ലാം മറ്റുള്ളവരോടും കാണിക്കണം, നടപടിയെടുക്കണം എന്നാണ് എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അതല്ല, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം കേരളം ഭരിക്കുന്ന കക്ഷികളുടെ ആഗ്രഹമാണ്, ആ ആഗ്രഹം അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞങ്ങൾ എന്നാണെങ്കിൽ ആയിക്കൊള്ളൂ, എന്തോരം വേണിയിൽ തെറിവിളിച്ചോളൂ. ഇതിനേക്കാൾ വലിയ തെറിവിളിച്ച്, ഇതിനേക്കാൾ വലിയ മുസ്ലിമിനെയും ഇസ്ലാമിനെയും ഉന്മൂലനം ചെയ്യാൻ നടന്ന ഒരു ഭരണാധികാരിയുണ്ട്. പണ്ട് ഫറോവ ചക്രവർത്തി എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യം ഇന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിക രാജ്യം, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എന്നേ അർത്ഥമുള്ളൂ. ഇസ്ലാമിക് സ്റ്റേറ്റ്, ഒരു മുസ്ലിം രാഷ്ട്രം. അവിടെ ഫിർഔനെ കുറിച്ച് മിണ്ടിയാൽ അത് വലിയ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കുമുള്ള നിലപാടെങ്കിൽ ആയിക്കൊള്ളുക, മുസ്ലിങ്ങളെ എന്തു വേണിയും ചെയ്തു കൊള്ളുക. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ പറയും പട്ടാളവുമായിട്ട് രാത്രി എന്റെ വീട്ടിലേക്ക് വടിവാളുമായിട്ട് കയറി വരരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.